ഈ CP മാത്യു എന്ന് പറയുന്നയാൾ ഒരു പൊതുശല്യമാണ് ഇടുക്കിയിലെ കോൺഗ്രസിനകത്ത് എന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് സംഘടനാ ബന്ധങ്ങളുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഒരു യുവ നേതാവ് തന്നെയാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്. അപ്പോൾ ആ ഡീൻ കുര്യാക്കോസിനെയൊക്കെ പരസ്യമായിട്ടൊരു പൊതുവേദിയിൽ വന്ന് അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. കാരണം ഇദ്ദേഹം DCC പ്രസിഡന്റ് ആണെങ്കിൽ കോൺഗ്രസിന്റെ 3 രൂപ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആൾ വിളിച്ചാൽ പോലും അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനാണ് അദ്ദേഹം. അതാണ് കോൺഗ്രസിന്റെ ഒരു സംഘടനാ രീതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ CP മാത്യു കോൺഗ്രസിൻ്റെ ഉള്ള ഔദ്യോഗിക സ്ഥാനങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ CP മാത്യു സംസാരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മേലാളന്റെ സംസാര രീതിയല്ലേ. അപ്പോൾ എന്തോ ഒരു മാനസിക വിഭ്രാന്തി ഈ പറഞ്ഞ CP മാത്യുവിനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത്രയും തിളക്കമാർന്ന ഒരു വിജയം UDF കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെയുള്ള ചില ജന്മങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ബാധ്യതയായിട്ട് മാറുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. നമസ്കാരം സർ. തിരുവനന്തപുരത്ത് നടക്കുന്ന ബഹളങ്ങൾക്കിടയിൽ ഇടുക്കി DCCയിൽ ഒരു പൊട്ടിത്തെറി നടന്നിട്ടുണ്ട്. അവിടെ DCC പ്രസിഡന്റ് MP-ക്കും MLA-ക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. മൂക്കാതെ പഴുത്ത നേതാവ് എന്നൊക്കെയാണ് ഡീൻ കുര്യാക്കോസിനെ DCC പ്രസിഡന്റായ CP മാത്യു വിശേഷിപ്പിച്ചിരുന്നത്. ഇദ്ദേഹം മുമ്പും പല വിവാദങ്ങളൊക്കെ പെട്ടിട്ടുള്ള ആളാണ്. നമുക്കറിയാം ഇത് കോൺഗ്രസിനകത്തെ പുതിയൊരു പൊട്ടിത്തെറിയുടെ തുടക്കം വല്ലതാണോ? ഈ CP മാത്യു എന്ന് പറയുന്നയാൾ ഒരു പൊതുശല്യമാണ് ഇടുക്കിയിലെ കോൺഗ്രസിനകത്ത് എന്ന് പറയാതിരിക്കാൻ വേണ്ടി വിട്ടുപോയി. കാരണം ഡീൻ കുര്യാക്കോസ് മൂത്തു പഴുത്തതാണോ മൂക്കാതെ പഴുത്തതാണോ എന്ന് തീരുമാനിക്കേണ്ടത് CP മാത്യു അല്ല. കാരണം ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടും KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനൊക്കെ ആയിട്ട് ഇവിടെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. ഒരു പ്രാവശ്യം അദ്ദേഹം ഇടുക്കി പാർലമെന്റിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് 2 പ്രാവശ്യം ഇടുക്കിയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാതെ പാർലമെന്റിനകത്ത് സംസാരിക്കുന്ന വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരൻ കൂടിയിട്ടാണ് ഡീൻ കുര്യാക്കോസ്. സംസ്ഥാനത്തുടനീളം കൃത്യമായിട്ട് സംഘടനാ ബന്ധങ്ങളുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഒരു യുവ നേതാവ് തന്നെയാണ് ഡീൻ കുര്യാക്കോസ് പറയുന്നത്. അപ്പോൾ ആ ഡീൻ കുര്യാക്കോസിനെയൊക്കെ പരസ്യമായിട്ടൊരു പൊതുവേദിയിൽ വന്ന് അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. കാരണം കഴിഞ്ഞ ദിവസം VD സതീശനെതിരെ ഇപ്പം നടന്ന പ്രകടനം VD സതീശനെതിരെ നടന്ന പ്രകടനത്തെക്കുറിച്ച് നമുക്കും ആക്ഷേപങ്ങളുണ്ട്. എങ്കിൽ തന്നെയും അതിനകത്ത് ചില ആളുകൾക്കെതിരെ എടുത്ത നടപടി, ആ നടപടിയെക്കെതിരെ ഒരു പ്രതിഷേധവുമായിട്ട് ഡീൻ കുര്യാക്കോസ് രംഗത്ത് വരുന്നു. അപ്പോൾ തന്നെ പറയേണ്ട ഒരു രീതി ഇതിങ്ങനെയല്ല. മൂക്കാതെ പഴുത്തതിൻ്റെ കുഴപ്പമാണ് ഡീൻ കുര്യാക്കോസിന് എന്നൊന്നുമല്ല പറയേണ്ടത്. കാരണം അദ്ദേഹം ഒരു MP ആണ്. പിന്നെ ഈ MP പാർട്ടിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പാർട്ടിക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാത്ത ഒരാളെ ഏതൊക്കെയാലും 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് ആ നാട്ടിലുള്ള ആളുകൾ വിജയിപ്പിക്കത്തില്ലല്ലോ. അത് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഡീൻ കുര്യാക്കോസിനെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് CP മാത്യു മുമ്പോട്ട് പോകുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. CP മാത്യുവിനെ സംബന്ധിച്ചിട്ട് CP മാത്യു വ്യക്തികളെയും കോൺഗ്രസ് പ്രവർത്തകരെയും ഒക്കെ ഇതിനു മുമ്പും ഇതേ രീതിയിൽ തന്നെ അപമാനിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. നമുക്കിപ്പോൾ ഒരു ഓഡിയോ കേൾക്കാം. കാരണം ഇദ്ദേഹം പച്ചത്തെറിയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകനെ വിളിക്കുന്നത്. അതൊന്ന് കേട്ടിട്ട് നമുക്ക് ചർച്ച തുടരാം. ഒരു കാര്യം, ഇന്നൊരു വിവാദം ഉണ്ടാക്കുന്നത് നിങ്ങൾ പ്രസിഡന്റാണ്, കാര്യം ശരിയാണ്. നിങ്ങൾ ഡീൻ കുര്യാക്കോസിനെ മോശമായിട്ട് സംസാരിക്കുന്നു. നിങ്ങൾ ഒരു പ്രസിഡന്റ് അല്ലേ? ഞാൻ അനീഷാണ്, വണ്ടിപ്പെരിയാറ്റിൽ നിന്ന്. ഔദ്യോഗിക സ്ഥാനം എന്താ ഉള്ളത് ചോദിക്കാതെ അറിയാൻ വേണ്ട. എന്റെ ഔദ്യോഗിക സ്ഥാനം വണ്ടിപ്പെരിയാറ്റി ചോദിച്ചാൽ പറയും, അവര് പറയും. എനിക്ക് അതിന് സമയമില്ല. എന്റെ ഔദ്യോഗിക സ്ഥാനം എന്തെന്ന് സൗകര്യം എന്നെ പറയാതെ സംസാരിക്കാം. എനിക്ക് നേരം ഉണ്ടാവും. എനിക്ക് സൗകര്യമില്ല. പക്ഷെ ഈ പരിപാടിയായിട്ട് മുന്നോട്ട് പോയാലേ നീ ആരെയും എടാ, നീ ഒരുപാട് ഇങ്ങോട്ട് ഒലത്തരുതേ കേട്ടോ. കേട്ടോ? ആ ശരിടാ. CP മാത്യു ഇത് കേട്ട് നോക്കൂ. കാരണം ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു എന്താണ് പറയുന്ന ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും സംസാരിക്കാത്ത രീതിയിലാണ് ഒരു DCC പ്രസിഡന്റ് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കുന്നത്. ഇതിനു മുമ്പും ഇയാളൊരു ഭയങ്കര ശല്യക്കാരൻ തന്നെയായിരുന്നു. കാരണം ആദ്യം ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ട് പിണറായി വിജയൻ, നവകേരള സദസ്സാണ് അതിനു മുമ്പുള്ള എന്തോ ജനസമ്പർക്ക പരിപാടികളൊക്കെ ആയിട്ട് പിണറായി വിജയൻ ഇടുക്കിയിലെത്തുന്ന സമയത്ത് ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല. അന്ന് ഇദ്ദേഹം എനിക്കൊന്ന് KPCC മെമ്പറോ DCC സെക്രട്ടറിയോ എന്തോ ആണ്. അപ്പോൾ അന്ന് അവിടെ വെച്ചിട്ട് ഇദ്ദേഹത്തെ ക്ഷണിക്കാത്ത കാര്യത്തിന് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അവിടെ എൻ്റെ അകത്ത് കയറണം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിനൊരു മാധ്യമ ശ്രദ്ധ കിട്ടുന്നത്. ആ മാധ്യമ ശ്രദ്ധയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം അവിടുത്തെ DCC പ്രസിഡന്റ് ആകുന്നത്. DCC പ്രസിഡന്റ് ആയതിനു ശേഷം അവിടെ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ ഒരു ചുക്കും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇനിയിപ്പം ദേവികുളം
UDFിന്റെ ചെയർമാനോ കൺവീനറോ ഏതൊരു OR ശശി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ഈ അസംബ്ലി ഇലക്ഷന് ഒരു തരത്തിലും ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ചില സാമ്പത്തികമായിട്ടുള്ള ചില സഹായങ്ങൾ സ്ഥാനാർത്ഥികൾ ഇയാളുടെ വീട്ടിലെത്തിച്ചതിന് ശേഷം മാത്രമാണ് ഇയാൾ സജീവമായിട്ട് രംഗത്തിറങ്ങിയതെന്നാണ് പറയുന്നത്. നിസ്സാരമായിട്ടുള്ള ഒരു ആരോപണമല്ല, വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇടുക്കിയിൽ ചെല്ലുന്ന സമയത്ത് DCC പ്രസിഡന്റുമാരെ ഒരുപക്ഷെ മാറ്റാനായിട്ട് സാധ്യതകളുണ്ട് എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ DCCകൾ പുനഃസംഘടിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് എന്നുള്ള വാർത്ത പുറത്തു വരുന്ന സമയത്ത് ഇദ്ദേഹം പരസ്യമായിട്ട് തന്നെ ഒരു KPCC പ്രസിഡന്റ് വിചാരിച്ചാലും DCC പ്രസിഡന്റിനെ മാറ്റാൻ സാധിക്കില്ല, എല്ലാ DCC പ്രസിഡന്റുമാരെ എന്തിനാണ് മാറ്റുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു രംഗത്ത് വരുന്ന കാഴ്ച കണ്ടു. ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് OR ശശിയുടെ കാര്യം പറഞ്ഞു, ഈ ദേവികുളം നിയോജകമണ്ഡല UDF ചെയർമാനും കണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മാനസികമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മൂലമറ്റത്തും ഉണ്ട്, പിന്നെ തൊടുപുഴയിൽ പൈങ്കുളം ആശുപത്രി ഉണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ പൈങ്കുളം ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഭയങ്കര ഇടിയാണ് കിട്ടുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചില സുഹൃത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇദ്ദേഹം എനിക്ക് തോന്നുന്നു KPCC പ്രസിഡന്റാണോ KC വേണുഗോപാലാണോ അതോ രമേശ് ചെന്നിത്തലയാണോ ആരോ ഒരാൾ ഇടുക്കിയിൽ ചെല്ലുന്ന സമയത്ത് ഒരു വികലാംഗനായിട്ടുള്ള ഒരാൾ സെൽഫി എടുക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളെ പിടിച്ച് തല്ലുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തോ ഒരു മാനസിക വിഭ്രാന്തി ഈ പറഞ്ഞ CP മാത്യുവിനുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇത്രയും തിളക്കമാർന്ന ഒരു വിജയം UDFിന് കേരളത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലെയുള്ള ചില ജന്മങ്ങൾ കോൺഗ്രസ് പാർട്ടിക്ക് ബാധ്യതയായിട്ട് മാറുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം. ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് പിടിച്ചിട്ട് DCC പ്രസിഡന്റ് സ്ഥാനത്തൊക്കെ മാറ്റിയിട്ട് ആ ജോയി വെട്ടിക്കുഴിയെ പോലെയൊക്കെയുള്ള, കാരണം അദ്ദേഹത്തിന് ഇപ്രാവശ്യം ഇടുക്കിയിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ജോയി വെട്ടിക്കുഴിയെ പോലുള്ള ആളുകളൊക്കെ പിടിച്ചിട്ടാണ് അവിടുത്തെ DCC പ്രസിഡന്റ് ആക്കേണ്ടത്. മറിച്ച് ഇതുപോലെയുള്ള ഈ ആളുകൾ എന്നും കോൺഗ്രസിനൊരു തലവേദനയായിരിക്കും, സ്ഥിരം തലവേദനയായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. കാരണം ഇന്നിപ്പോൾ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ട് കുറേയധികം ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. DCC പ്രസിഡന്റ് ഭയങ്കര സംഭവമാണ്, പ്രസ്ഥാനമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും എനിക്ക് തോന്നുന്നില്ല അതിനുള്ള ഒരു ആളില്ല പുള്ളി. കാരണം ഇപ്പോൾ നമ്മൾ ഈ സംസാരത്തിൽ തന്നെ കേട്ടതാണ്, അദ്ദേഹത്തിൻ്റെ ഒരു ടെലിഫോൺ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ വിളിക്കുന്ന സമയത്ത് തൻ്റെ ഔദ്യോഗിക സ്ഥാനം എന്താണെന്ന്. കാരണം ഇദ്ദേഹം DCC പ്രസിഡന്റ് ആണെങ്കിൽ കോൺഗ്രസിന്റെ 3 രൂപ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള ആൾ വിളിച്ചാൽ പോലും അതിനെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാധ്യസ്ഥനാണ് അദ്ദേഹം. അതാണ് കോൺഗ്രസിന്റെ ഒരു സംഘടനാ രീതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ CP മാത്യു കോൺഗ്രസിൻ്റെ ഉള്ള ഔദ്യോഗിക സ്ഥാനങ്ങൾ അറിഞ്ഞിട്ട് മാത്രമേ CP മാത്യു സംസാരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മേലാളന്റെ സംസാര രീതിയല്ലേ. അതുകൂടാതെ തന്നെ ഇപ്പൊ നമുക്ക് ചില സംശയങ്ങൾ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജോയി വെട്ടിക്കുഴിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടപ്പോൾ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഈ ജോയി വെട്ടിക്കുഴിയെ വെട്ടിക്കളഞ്ഞത് CP മാത്യു ആണോ എന്ന കാര്യത്തിലും ഇപ്പൊ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ദേവികുളം UDF ചെയർമാനോ കൺവീനറോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നതനുസരിച്ചിട്ട് സാമ്പത്തിക ഇടപാടുകൾക്ക് വളരെ താല്പര്യനായിട്ടുള്ളൊരു കക്ഷിയാണ് ഇദ്ദേഹം. അതല്ലെങ്കിൽ ഇപ്പോൾ UDF അധികാരത്തിൽ വന്നിട്ടുണ്ട്, അപ്പോൾ കുറേയധികം ഡീലുകൾ ഇദ്ദേഹം സ്വപ്നം കാണുന്നുണ്ടാവാം. അപ്പോൾ താൻ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുമോ എന്നൊക്കെയുള്ള ചില ചിന്തകൾ. കാരണം UDF അധികാരത്തിൽ വരുന്ന സമയത്ത് DCC പ്രസിഡന്റുമാർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. കാരണം ആ ജില്ലയിലെ പോലീസ് സംവിധാനങ്ങളും റവന്യൂ സംവിധാനങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യുന്ന DCC പ്രസിഡന്റിലൂടെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സമയത്ത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കാരണം നേരെ DCC പ്രസിഡന്റിന്റെ ഓഫീസിലേക്കാണ് വരുന്നത്. ഇപ്പം CPMന്റെ ആണെങ്കിൽ നമുക്കറിയാം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞ മാതിരിയുള്ള സമാനമായിട്ടുള്ള ചില കാര്യങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ DCC പ്രസിഡന്റിന് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ സ്വന്തം സംഘടനകളിൽ പെട്ട ആളുകൾ പോലും എന്തെങ്കിലും ട്രാൻസ്ഫറിനോ കാര്യങ്ങളൊക്കെ ചെല്ലുന്ന സമയത്ത് തന്നെ വലിയ തുക ആവശ്യപ്പെടുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ അത് വലിയ അഴിമതി ആരോപണങ്ങൾ UDF സർക്കാരിന് മേലെ ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഈ CP മാത്യുവിനെ പോലെയുള്ള ആളുകളെയൊക്കെ DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അടിയന്തരമായിട്ട് തന്നെ നീക്കം ചെയ്തുകൊണ്ട് അവിടെ നല്ല രീതിയിൽ ഒരു പുതിയ ജോയി വെട്ടിക്കുഴി നല്ലൊരു ഓപ്ഷനാണ് അവിടെ. കാരണം ഇടുക്കിയിൽ കഴിഞ്ഞ പ്രാവശ്യം P. ജോസഫ് സാറിന്റെ അടുത്ത് നിന്ന് ആ സീറ്റ് ഏറ്റെടുക്കുന്ന സമയത്ത് ജോയി വെട്ടിക്കുഴിക്ക് വേണ്ടിയിട്ടാണ് ഈ സീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഏറ്റെടുത്തത്. പക്ഷേ സീറ്റ് ഏറ്റെടുത്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിച്ചത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാലത്തിന്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്ന പോലെ തന്നെ ജോയി വെട്ടിക്കുഴിയെ DCC പ്രസിഡന്റ് ആക്കിക്കൊണ്ട് CP മാത്യുവിനെ പോലുള്ള ആളുകളെ ആ സ്ഥാനത്ത് നിന്ന് ഉടനടി നീക്കം ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇങ്ങനെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഭാവിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് കോൺഗ്രസിന് വലിയ തലവേദനയായിട്ട് മാറും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഡീൻ കുര്യാക്കോസ് മൂക്കാതെ പഴുത്തതല്ല. ഡീൻ കുര്യാക്കോസ് നല്ലൊരു KSU പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റൊക്കെ ആയിട്ടായി ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ച് വളർന്നു വന്ന ചെറുപ്പക്കാരൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെയൊക്കെ അപമാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. CP മാത്യുവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരുടെ ഈ ദേവികുളം UDF കൺവീനർ പറഞ്ഞ പോലെ മൂലമറ്റത്തോ പൈങ്കുളത്തോ പോവുക, അതല്ലെങ്കിൽ വേറെ ഇവിടെ നമ്മുടെ തൊട്ടടുത്ത് കുസുമഗിരി ആശുപത്രി ഉണ്ട് കാക്കനാട്, അവിടെ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും ഉചിതം എന്നെനിക്ക് തോന്നുന്നു.